ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊട്ടാറ്റോ ടോഫി മൈദ മാവില്ലാതെ ഗോതമ്പ് മാവിൽ തയ്യാറാക്കി എടുക്കാം. പൊട്ടാറ്റോ ടോഫിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് മാവാണ്. അപ്പോൾ ഈ കപ്പളവ് എല്ലാവർക്കും ഒരു സംശയമാണിത് എത്രയാണ് അളവ് എന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒന്ന് തന്നെയാണ് നാഴി, അല്ലേ? അരി അളക്കാൻ ഉപയോഗിക്കുന്ന നാഴി. അപ്പോൾ ആ നാഴിക്ക് ഞാൻ ഈ മാവ് അളന്ന് നോക്കിയപ്പോൾ 3/4 കപ്പ് മാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കൊക്കെ തയ്യാറാക്കുമ്പോഴും ഈ കപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ 1 കപ്പിൻ്റെ അളവ് നിങ്ങളുടെ 3/4 കപ്പ് നാഴിയാണ്. അപ്പോൾ ഇനി മുതൽ മാവ് നിങ്ങൾ ആ രീതിയിൽ അളന്നെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക. പിന്നെ ഞാനിവിടെ എള്ള് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ എള്ളില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്ക് പകരമായിട്ട് ജീരകം ചേർക്കാം. ഇനി ജീരകത്തിൻ്റെയും ആ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചേർക്കണ്ട, അവോയ്ഡ് ചെയ്യുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, നമുക്കിഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. കോക്കനട്ട് ഓയിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ പാം ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ നന്നായിട്ട് നനച്ചെടുക്കുക. ഈ ഓയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നനയ്ക്കുക. എന്നതിന് ശേഷമേ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ഡോ തയ്യാറാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഡോ തയ്യാറാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ റെഡിയായി. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം തന്നെ നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പൊട്ടാറ്റോയുടെ ഫില്ലിംഗ് തയ്യാറാക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടാണ് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. അതുകൂടി ഇട്ട് മിക്സ് ചെയ്യുക. മിക്സ് ആയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ കടലമാവ് കൂടിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ, അല്ലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. എല്ലാം കൂടെ അങ്ങ് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ചെറിയ ബാൾസ് ആക്കി എടുക്കണം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കാം. കണ്ടോ? അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പൊട്ടാറ്റോ ടോഫി ഉണ്ടാക്കുന്നത് മൈദ മാവിലാണ്. നമ്മളിന്ന് വ്യത്യസ്തമായി ഗോതമ്പ് മാവിൽ ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇതുപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഫിങ് ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് കുഴച്ച് ഒന്ന് ഇതുപോലെ ചെയ്യാം. ഇതും നമുക്ക് ചെറിയ ഇതുപോലെ ബോൾസ് ആക്കണം. എന്നിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഇതുപോലെ ചെയ്തെടുക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കണം. അത് പരത്തുന്നത് നീളത്തിലായിരിക്കണം പരത്തുന്നത്. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. കണ്ടോ? ഇതുപോലെ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഫിങ് ഇതിനുള്ളിൽ വെക്കണം. അതിന് മുമ്പിട്ടായിട്ട് നമുക്ക് നമ്മുടെ ഈ ബോൾ ഇപ്പോൾ പരത്തി വെച്ചത് ഒന്ന് കട്ട് ചെയ്യണം. സെൻറ്റർ ഭാഗത്ത് തന്നെ കട്ട് ചെയ്യണേ. സൈഡുകളിൽ 3 പ്രാവശ്യം ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് വിട്ടു പോകരുത്. ഈ സെൻറ്റർ ഭാഗത്ത് തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ പൊട്ടാറ്റോ സ്റ്റഫിങ് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചാക്കുക. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു ഭംഗി വന്നിട്ടില്ലേ? അപ്പോൾ ഒരു പ്രത്യേകതരം പൊട്ടാറ്റോ ടോഫിയാണിത്. നല്ലൊരു ഷേപ്പിലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഹോൾസ് ഇടുക. വേണമെങ്കിൽ ഈ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വിട്ടു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ആ പൊട്ടാറ്റോ ഒന്ന് ഇതിൻ്റെ പുറത്തുകൂടെ നമുക്ക് കാണാൻ കൂടി പറ്റും. കണ്ടോ? ഇനി നമുക്ക് എടുത്തിട്ട് ഈ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെക്കാം. വീണ്ടും കവർ ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ ഇതെങ്ങനെയാണെന്ന്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നതാണ്. ചെമ്പച്ചട്ടി. ഇനി നമുക്ക് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ നിറമായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും